JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടത് സഖ്യം ഭരണം പിടിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യമുള്ള വാർത്തയാണ് യൂണിയൻ പ്രസിഡന്റായി ഒരു ദളിത് വിദ്യാർത്ഥി ജയിച്ചു കയറിയെന്നത്. 27 വർഷങ്ങൾക്ക് ശേഷമാണ് JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു ദളിത് വിദ്യാർത്ഥി എത്തുന്നത്. ബീഹാറിലെ ഗയയിൽ നിന്നുള്ള വിദ്യാർത്ഥി നേതാവും ഐസ സംഘടനാ പ്രതിനിധിയുമായ ധനഞ്ജയ് കുമാറാണ് ചരിത്രത്തിന്റെ ഭാഗമാവുന്നത്. ABVPയുടെ ഉമേഷ് ചന്ദ്ര അജ്മീരെ പരാജയപ്പെടുത്തിയാണ് ധനഞ്ജയുടെ വിജയം. ധനഞ്ജയ്ക്ക് 2598 വോട്ടുകൾ ലഭിച്ചപ്പോൾ ഉമേഷ് ചന്ദ്രയ്ക്ക് ലഭിച്ചത് വെറും 1676 വോട്ടുകൾ. 1996 ശേഷം ആദ്യമായിട്ടാണ് പദവിയിലേക്ക് ദളിത് പക്ഷത്തു നിന്നും ഒരാളെത്തുന്നത്. JNU യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് എസ്തെറ്റിക്സിലെ PhD വിദ്യാർത്ഥിയാണ് ധനഞ്ജയ് കുമാർ. 1996-97 കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബട്ടിലാൽ ബർവയ്ക്ക് ശേഷം ഇടതുപക്ഷത്തു നിന്നുള്ള ആദ്യ ദളിത് പ്രസിഡന്റാണ് ധനഞ്ജയ്. JNU പ്രസിഡൻഷ്യൽ സംവാദത്തിനിടെ ക്യാമ്പസിലെ വെള്ളം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വാഗ്ദാനം നൽകുകയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കിയ വിദ്യാർത്ഥി നേതാക്കളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമെന്ന് ധനഞ്ജയ് പറഞ്ഞിരുന്നു. വിജയിച്ചതിനു ശേഷം അദ്ദേഹം ഇത് ആവർത്തിച്ചു. ഇടത് സഖ്യത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ധനഞ്ജയ് നന്ദി അറിയിക്കുകയും ചെയ്തു. 4 വർഷങ്ങൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടമാണ് നടന്നത്. ABVP സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി എന്നീ 4 സ്ഥാനങ്ങളും ഇടത് സഖ്യം കരസ്ഥമാക്കി. ജനറൽ സെക്രട്ടറിയായി പ്രിയാൻഷി ആര്യ വിജയിച്ചു. 2887 വോട്ടുകളാണ് പ്രിയാൻഷി ആര്യ നേടിയത്. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ BAPSA സ്ഥാനാർത്ഥിയായാണ് ആര്യ മത്സരിച്ചത്. ABVPയുടെ അർജുൻ ആനന്ദിന് 1961 വോട്ടുകൾ ലഭിച്ചു. ജോയിന്റ് സെക്രട്ടറിയായി ഇടത് സ്ഥാനാർത്ഥി MO സാജിദ് വിജയിച്ചു. ABVPയുടെ ഗോവിന്ദ് ദാൻഗെയാണ് തോൽപ്പിച്ചത്. അഭിജിത് ഘോഷാണ് വൈസ് പ്രസിഡന്റ്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെ കൗൺസിലർ സ്ഥാനാർത്ഥി SFI പാനലിൽ മത്സരിച്ച തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിനി ഗോപിക ബാബുവും വിജയിച്ചു. ഇടത് വിദ്യാർത്ഥി സംഘടനകളായ ഐസ, SFI, AISF, DSF എന്നിവ സഖ്യത്തിലാണ് മത്സരിച്ചത്. വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടിൽ ABVP മുന്നേറ്റം നടത്തിയെങ്കിലും പിന്നീട് ഇടത് സ്ഥാനാർത്ഥികൾ ലീഡ് പിടിച്ചെടുക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ആകെ 73% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. സെൻട്രൽ സീറ്റുകളിലേക്ക് 42 കൗൺസിലർമാർ വിജയിച്ചപ്പോൾ 12 പേർ ABVPയും 30 പേർ ഇടത് ഉൾപ്പെടെ മറ്റ് സംഘടനകളിൽ നിന്നുമാണ്. ഇടത് സഖ്യത്തിന് പുറമെ ABVP, NSUI, RJDയുടെ ഭാഗമായ ഛാത്ര രാഷ്ട്രീയ ജനതാദൾ, ബാപ്സ, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്നീ സംഘടനകളും മത്സരരംഗത്ത് ഉണ്ടായിരുന്നു.